ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയിട്ടാണ്. 2024 ജൂൺ 1 മുതൽ ഓപ്പർച്യൂണിറ്റി കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി കുറേ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവിറ്റേഷൻ ഇല്ലാതെ ഒരു ജോബ് ഓഫറോ അതേപോലെ ഒരു സ്പോൺസർഷിപ്പോ അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് സിംഗിളായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വിസയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. ഓപ്പർച്യൂണിറ്റി കാർഡ് ഇപ്പോൾ നമുക്ക് മിനിമം കിട്ടുന്നത് അറൗണ്ട് 1 ഇയറിലേക്കാണ്. നമുക്ക് 2 ഇയേഴ്സ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. പ്ലസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോബ് അന്വേഷിക്കാനും വീക്ക്ലി 20 hours എന്നുള്ള നിലയ്ക്ക് വർക്ക് പെർമിറ്റും കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വിസ പ്രോഗ്രാമാണ്. കാര്യം നമ്മൾ നോർമലി മറ്റേത് വിസ എടുത്ത് നോക്കിയാലും കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെ എത്രത്തോളം എമൗണ്ട് വരും നമുക്കറിയാം. എന്തായാലും ഏറ്റവും മിനിമം ഒരു 10 lakhs അബോവ് നമ്മൾ ഫീസ് കെട്ടേണ്ടി വരും. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതോ നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റ് വിസ പീരീഡിൽ പഠിക്കാനും പറ്റും, വീക്ക്ലി 20 hours വർക്ക് ചെയ്യാനും പറ്റും. പക്ഷേ ഇനിഷ്യലി നമ്മൾ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ പിന്നെ നമ്മളൊരു വർക്ക് വിസ കണ്ടെത്തുകയും കൂടെ വേണം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് വിസ പ്രോഗ്രാമാണ്. വർക്ക് വിസ പ്രോഗ്രാമിൻ്റെ കേസ് പറയുകയാണെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് പിന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം വർക്ക് വിസ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോഴും അത് കുറച്ച് റിസ്ക് ഉള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ നമുക്ക് വിസ ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വിസയ്ക്ക് വലിയ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജോബ് സീക്കർ വിസയും അതുപോലെ ടൂറിസ്റ്റ് വിസയാണ്. ഈ 2 ടൈപ്പ് വിസയാണെങ്കിലും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ജോബ് അന്വേഷിക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഗവൺമെൻറ് തരുന്നില്ല. പിന്നെ മാക്സിമം 6 months എന്നുള്ള കാൽക്കുലേഷനിലാണ് അവർ വിസ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ജർമ്മനിയിൽ മറ്റേത് ടൈപ്പ് വിസ നോക്കിയാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടുന്നത് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. അപ്പോൾ ഈ ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറയാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ യൂറോപ്യൻ കൺട്രീസ് അതേപോലെ കാനഡ, അമേരിക്ക, അതേപോലെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് ജോബ് വിസ ഇൻഫർമേഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ പ്രയോജനപ്പെടും. പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഷെങ്കൻ വിസ ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസും ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് റെഫർ ചെയ്യാം. ആക്ച്വലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് സെയിം ആസ് ഒരു ജോബ് സീക്കർ വിസ പോലെ തന്നെയാണ്. പക്ഷേ ജോബ് സീക്കർ വിസയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ജോബ് സീക്കർ വിസ ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവുക. അതുപോലെ ചില കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ 20 hours വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ വിസ ആപ്ലിക്കേഷൻ ചെയ്യാൻ വലിയൊരു എമൗണ്ട് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാം. അതായത് ഇപ്പോൾ ജസ്റ്റ് ജർമ്മൻ ജോബ് സീക്കർ വിസയും ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 2 ടൈപ്പ് വിസയും ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സൈറ്റിൽ കൊടുത്ത കാര്യം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ജോബ് സീക്കർ വിസ ഓൾറെഡി ഉള്ളൊരു കാര്യമാണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ജോബ് ഓപ്പർച്യൂണിറ്റി കാർഡിന് നമ്മൾ മസ്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യണം. ജർമ്മൻ ജോബ് സീക്കർ വിസയ്ക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ആവശ്യമില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിന് നിങ്ങൾ A1 അല്ലെങ്കിൽ B1 എടുത്താൽ മതി. പക്ഷേ അത് A1 എന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. ജസ്റ്റ് അതിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ബോക്സ് കുറച്ച് മുമ്പേ വന്നൊരു ന്യൂസാണ്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിലെ 3ാമത്തെ ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തത് ഒരു കറക്റ്റ് ക്ലാരിറ്റി ഇല്ല എന്നാണ്. കാര്യം ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും എത്ര വർഷത്തേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ഷെങ്കൻ വിസ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നമുക്ക് ഏകദേശം 1 വർഷത്തേക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഫസ്റ്റ് കിട്ടുക. പ്ലസ് നമുക്ക് 2 years കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. സെയിം ടൈമിൽ ജോബ് സീക്കർ വിസ നമുക്ക് കിട്ടുന്നത് ഏകദേശം 6 മാസത്തേക്ക് മാത്രമാണ്. പിന്നെ ഈ ഒരു 2 ടൈപ്പ് വിസയും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് ഹോൾഡർ ആവണം. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. സെയിം ടൈമിൽ ജോബ് സീക്കർ വിസ എന്ന് പറയുമ്പോൾ ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസ് വിത്ത് വർക്ക് എക്സ്പീരിയൻസ് 5 years ആണ്. 5 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ വിസ റിഫ്യൂസൽ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആപ്ലിക്കേഷൻ തന്നെ അക്സെപ്റ്റ് ചെയ്യൂല.
പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിന് ഏജ് ലിമിറ്റ് ഉണ്ട്. ഏകദേശം 35 ഇയേഴ്സ് മാത്രമേ നമുക്ക് 35 വയസ്സ് വരെ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റൂ. സെയിം ടൈമിൽ നമുക്ക് ജോബ് സീക്കർ വിസയ്ക്ക് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് കാണിക്കുന്നില്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ കാണിക്കാൻ പറ്റണം എന്തുകൊണ്ട് ഇപ്പോൾ ജർമ്മനിയിലോട്ട് ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യം. ഏജ് കൂടിയ ആൾക്കാരാണെങ്കിൽ വിസ റിഫ്യൂസൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ജോബ് സീക്കർ വിസ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എംപ്ലോയർ എടുത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം. ജസ്റ്റ് ജോബ് ഓഫർ തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം കിട്ടിയാൽ മതി. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിൽ അങ്ങനെ ഒരു കാര്യമില്ല. കാര്യം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട ഒരു എംപ്ലോയറെ തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ മെയിൻ ക്വാളിഫിക്കേഷൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ വിത്തൗട്ട് ഇൻവിറ്റേഷനിൽ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ബാങ്ക് ബാലൻസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഏത് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ബാങ്ക് ബാലൻസ് കറക്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ അതിൽ ജോബ് സീക്കർ വിസയിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഏകദേശം 7500 USD എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 5 lakhs above നിങ്ങൾ കാണിക്കേണ്ടി വരും. കാര്യം ജോബ് സീക്കർ വിസ കിട്ടുന്നത് 6 മന്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു 6 മന്ത് നമുക്ക് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രൂഫ് കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 7500 USD നിങ്ങൾ ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ സെയിം ടൈമിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഗവൺമെൻറ് പറയുന്നില്ല. ഇത്രത്തോളം ബാങ്ക് ബാലൻസ് കാണിക്കണം എന്ന് ഇതുവരെ അവർ ഒരു റൂള് പറഞ്ഞിട്ടില്ല. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഓപ്പർച്യൂണിറ്റി കാർഡിലുള്ള ആൾക്കാർക്ക് അവിടെ വീക്ക്ലി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാനും പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടി വരും. കാണിച്ചിട്ടില്ലെങ്കിൽ വിസ റിഫ്യൂസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ നോർമൽ ടൂറിസ്റ്റ് വിസയുടെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. അവരൊരു ഒരു എക്സാക്റ്റ് എമൗണ്ട് പറയുന്നില്ല, ഇത്രയും എമൗണ്ട് നിങ്ങൾ കാണിക്കണം എന്ന് ഒരു ഗവൺമെൻറ്റും പറയുന്നില്ല ടൂറിസ്റ്റ് വിസയിൽ പോവുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 2.5 lakhs മുകളിൽ കാണിച്ചെങ്കിൽ മാത്രമേ നോർമലി ടൂറിസ്റ്റ് വിസയൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതേ ടൈമിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ കേസിലും അറ്റ്ലീസ്റ്റ് ഷോ മണിക്കെങ്കിലും നിങ്ങൾ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 lakhs എബോവ് എങ്കിലും കാണിക്കാൻ നോക്കുക. പക്ഷേ അത് റൂളിൽ പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ നല്ലൊരു ബാങ്ക് ബാലൻസ് കാണിച്ചാൽ വിസ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് കൊടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഓരോ വർഷവും എത്രത്തോളം ഓപ്പർച്യൂണിറ്റി കാർഡ് കൊടുക്കണം എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അതുപോലെ എത്ര വർഷം വരെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കൊടുക്കണമെന്നും ഒരു റൂൾ ഉണ്ടാവും. പക്ഷേ അത് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു റൂൾ ഗവൺമെൻറ് കൊണ്ടുവരും. പക്ഷേ ജോബ് സീക്കർ വിസയിൽ അങ്ങനൊരു റൂൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഒരു വർഷം എത്ര പേർക്ക് വേണമെങ്കിലും ജോബ് സീക്കർ വിസ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ജോബ് സീക്കർ വിസ ഏകദേശം ഒരു ടൂറിസ്റ്റ് വിസ പോലെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് വിസയെക്കാളും വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ജോബ് സീക്കർ വിസയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് വർക്ക് പെർമിറ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിലുള്ളവർക്ക് ഒരു ഫുൾ ടൈം വർക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നത് വരെ അവർക്ക് അവിടെ സൈഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വീക്ക്ലി 20 hours എന്നുള്ള നിലക്ക് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ജോബ് സീക്കർ വിസയിലുള്ളവർക്ക് അങ്ങനെ പാർട്ട് ടൈം ജോബ് അലൗഡ് അല്ല. എങ്ങനെ നോക്കിയാലും വർക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവിടെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വർക്ക് വിസയിലൂടെ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാത്രമേ ജോബ് സീക്കർ വിസയിലുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.